നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NIOS +2 വിദ്യാർത്ഥികളെ, നമ്മൾ ഒക്ടോബറിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനമാണല്ലേ. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അതായത് 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനവും വ്യാപനവും. അപ്പോൾ അതിൽ നിന്ന് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതായത് മുഹമ്മദ് ഗസ്നി ആരായിരുന്നു, അതുപോലെ അദ്ദേഹം ഇന്ത്യയെ കീഴടക്കാനുള്ള കാരണം എന്താണ്, പിന്നെ അതുപോലെ ഇൽത്തുമിഷ് തൻ്റെ അധികാരം നിലനിർത്തിയത്, മാംലൂക്ക് സുൽത്താൻമാർ ആരായിരുന്നു, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എക്സാമിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിലെ ഭരണ സമ്പ്രദായത്തെ വിലയിരുത്തുക. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതും അതിൻ്റെ ആൻസറും ഞാനൊന്ന് പറഞ്ഞുതരാം. സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ കേന്ദ്രബിന്ദു സുൽത്താൻ തന്നെയായിരുന്നു. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് വിലയിരുത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ കേന്ദ്രബിന്ദു ആര് തന്നെയായിരുന്നു? സുൽത്താൻ തന്നെയായിരുന്നു. സൈന്യത്തിൻ്റെ തലവനും നീതിന്യായ ഭരണത്തിൻ്റെ തലവനും പരമോന്നത നീതിന്യായ ന്യായാധിപനും എല്ലാം ആര് തന്നെയാണ്? സുൽത്താൻ. അപ്പോൾ കൃത്യമായ പിന്തുടർച്ച അവകാശ നിയമം സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്തുടർച്ച അവകാശിയെ സുൽത്താൻ നാമനിർദ്ദേശം ചെയ്യുകയാണ് പതിവ്. രാജാവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ അനന്തരാവകാശിയാവുക എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്തുടർച്ച അവകാശക്കാരനായിട്ട് ആരാണോ പിന്തുടർച്ചക്കാരൻ, ആ പിന്തുടർച്ചക്കാരനായി വരുന്ന ആളിൻ്റെ നിലനിൽപ്പ് അദ്ദേഹത്തിൻ്റെ കഴിവിനെയും സൈന്യവും പ്രഭുക്കളും അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ മൂത്തപുത്രൻ അനന്തരാവകാശിയാവുക എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എങ്കിലും രാജാവായിട്ട് അവരോധിക്കുന്ന ആൾ, പിന്തുടർച്ച അവകാശിയായിട്ട് വരുന്ന ആളിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ ആശ്രയിച്ച് തന്നെയായിരുന്നു. അതുപോലെ സൈന്യവും പ്രഭുക്കന്മാരും ഒക്കെ അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണ നൽകുന്നു എന്നതിനെയും ആശ്രയിച്ചിരുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ കേന്ദ്രബിന്ദു ആര് തന്നെയായിരുന്നു? സുൽത്താൻ തന്നെയായിരുന്നു. നീതിന്യായത്തിൻ്റെയും പരമോന്നത നീതിന്യായാധിപനും അതുപോലെ സൈന്യത്തിൻ്റെ തലവനും ഒക്കെ ഈ സുൽത്താൻ തന്നെയായിരുന്നു. അവർക്ക് പിന്തുടർച്ച അവകാശ നിയമം ഉണ്ടായിരുന്നില്ല. പിന്തുടർച്ച അവകാശിയെ സുൽത്താൻ നാമനിർദ്ദേശം ചെയ്യുകയാണ് പതിവ്. മൂത്തപുത്രൻ തന്നെ അനന്തരാവകാശിയാവുക എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും പിന്തുടർച്ചക്കാരനായി വരുന്ന വ്യക്തി അദ്ദേഹം കഴിവുള്ള ആൾ തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ. ഇനി അവരുടെ കേന്ദ്ര ഭരണത്തെക്കുറിച്ച് നോക്കാം. സുൽത്താനും പ്രഭുക്കന്മാരും അടങ്ങിയതായിരുന്നു കേന്ദ്ര ഭരണകൂടം. മനസ്സിലായല്ലോ. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കാൻ മന്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. മന്ത്രിമാരെ നിയമിക്കുന്നത് ആരാണ്? രാജാവ് തന്നെയായിരുന്നു. രാജാവിന് താല്പര്യമുള്ളിടത്തോളം കാലമേ അവർക്ക് തുടരാനും കഴിയുമായിരുന്നുള്ളൂ. ഒന്നുകൂടി പറയാം. കേന്ദ്ര ഭരണത്തിൽ വരുന്നത് ഇത്രയാണ്. സുൽത്താനും പ്രഭുക്കന്മാരും ഒക്കെ അടങ്ങുന്നതാണ് കേന്ദ്ര ഭരണകൂടം. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? മന്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭ ആയിരുന്നില്ല അത്. മന്ത്രിമാരെ നിയമിക്കുന്നത് ആരാണ്? രാജാവാണ്. രാജാവിന് താല്പര്യമുള്ളിടത്തോളം കാലമേ അവർക്ക് ആ പദത്തിൽ തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് അവരുടെ ധനകാര്യം. ഭരണവ്യവസ്ഥയിലെ പ്രമുഖ വ്യക്തിയായിരുന്നു വാസിർ. ആരായിരുന്നു? വാസിർ. ആദ്യകാലത്ത് സൈനിക നേതാക്കന്മാരെയാണ് വാസിർമാരായിട്ട് നിയമിച്ചിരുന്നത്. നല്ല അറിവും അനുഭവ സമ്പത്തും ഉള്ളവരെയാണ് സാധാരണ ഈ പദവിയിൽ നിയമിക്കാറുള്ളത്. 14ാം നൂറ്റാണ്ടിൽ വാസിർമാർ റവന്യൂ വിദഗ്ധരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് വരവ് ചെലവ് വകുപ്പിൻ്റെ അധ്യക്ഷനൊക്കെ ആരായിരുന്നു? ഈ വാസിറായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ വാസിറായിരുന്ന ഖ്വാജ ജഹാൻ വളരെയധികം ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ സുൽത്താൻ പലപ്പോഴും കലാപങ്ങളൊക്കെ അമർച്ച ചെയ്യാൻ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഖ്വാജ ജഹാനെയാണ് തലസ്ഥാനത്തിൻ്റെ ചുമതല
ഏൽപ്പിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കേന്ദ്രഭരണം പറഞ്ഞു. കേന്ദ്രഭരണത്തിൽ ആരാണ്? സുൽത്താൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. സുൽത്താനും പ്രഭുക്കന്മാരും അടങ്ങിയതാണ്, മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് ധനകാര്യത്തിലേക്ക് വരുമ്പോൾ ഭരണവ്യവസ്ഥയിലെ പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് വാസിറാണ്. ആദ്യകാലത്ത് സൈനിക നേതാക്കന്മാരെ ആയിരുന്നു വാസിർമാരായി നിയമിച്ചിരുന്നത്. നല്ല അറിവും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ളവരെയാണ് ഈ പദവിയിലേക്ക് നിയോഗിച്ചിരുന്നത്. അതുപോലെ 14-ാം നൂറ്റാണ്ടിലെ വാസിർമാർ റവന്യൂ വിദഗ്ധരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. വരവ് ചെലവ് വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്നു വാസിർ. അതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ വാസിറായിരുന്ന ക്വാദ് ജഹാൻ, അദ്ദേഹം വളരെയധികം ആദരിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. ഈ സുൽത്താൻ പലപ്പോഴും കലാപങ്ങളൊക്കെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആരെയാണ് തലസ്ഥാനത്തിൻ്റെ ചുമതല? ക്വാദ് ജഹാനെ ഏൽപ്പിക്കാറായിരുന്നു പതിവ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സൈനിക വകുപ്പിനെ കുറിച്ച് നോക്കാം. ദിവാൻ ഇ ആരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനിക വകുപ്പാണ് കേന്ദ്ര ഗവൺമെൻറ്റിലെ മറ്റൊരു പ്രധാന വകുപ്പ്. അപ്പോൾ ആരിസ് ഇ മമാലിക് ആയിരുന്നു ഈ വകുപ്പിൻ്റെ തലവൻ എന്ന് പറയുന്നത്. സൈനികരുടെ നിയമനം, സൈന്യത്തിൻ്റെ സംഘാടനം, സൈനികർക്ക് വേതനം നൽകൽ എന്നിവയായിരുന്നു ആരിസിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ സേനാനായകൻ സുൽത്താൻ തന്നെയായിരുന്നു. സുൽത്താനേറ്റിൽ സൈനിക വകുപ്പ് എന്നൊരു പ്രത്യേകം വകുപ്പുണ്ടാക്കിയത് ബാൽബനാണ്. അപ്പോൾ വാസിറിൻ്റെ വകുപ്പിനേക്കാൾ ഈ വകുപ്പിന് ബാൽബൻ എന്ത് കൊടുത്തിരുന്നു? പ്രാധാന്യം കൊടുത്തിരുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. സൈനിക വകുപ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദിവാൻ ഇ ആരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനിക വകുപ്പാണ് കേന്ദ്ര ഗവൺമെൻറ്റിലെ മറ്റൊരു പ്രധാന വകുപ്പ്. അപ്പോൾ ഈ ദിവാൻ ഇ ആരിസ്, ആ വകുപ്പിൻ്റെ തലവൻ എന്ന് പറയുന്നത് ആരിസ് ഇ മമാലിക് ആയിരുന്നു. സൈനികരുടെ നിയമനം, അതുപോലെ സൈന്യത്തിൻ്റെ സംഘാടനം, സൈനികർക്ക് ശമ്പളം നൽകുക, വേതനം നൽകുക, ഇതൊക്കെ ഈ ആരിസിൻ്റെ പ്രധാന ചുമതലയിൽ ഉൾപ്പെട്ടതായിരുന്നു. സേനാനായകൻ സുൽത്താൻ തന്നെയായിരുന്നു. അതുപോലെ സുൽത്താനേറ്റിൻ്റെ സൈനിക വകുപ്പ് എന്നൊരു പ്രത്യേക വകുപ്പുണ്ടാക്കിയത് ബാൽബൻ്റെ കാലത്ത്. ബാൽബനാണ്. ബാസിറിൻ്റെ വകുപ്പിനേക്കാൾ ഈ വകുപ്പിന് പ്രാധാന്യം കൊടുത്തത് ആര് തന്നെയായിരുന്നു? ബാൽബനായിരുന്നു. ഇനി മറ്റു വകുപ്പുകൾ, 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടിയുണ്ട്. ഒന്നാമത്തേത് ദിവാൻ ഇ ഇൻഷ, രണ്ടാമത്തേത് ദിവാൻ ഇ റസാലത്ത്. എന്താണ് അവയെന്ന് നമുക്ക് നോക്കാം. ദിവാൻ ഇ ഇൻഷ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ എഴുത്തുകുത്തുകൾ നടത്തുകയായിരുന്നു. ഏത് വകുപ്പിൻ്റെ ജോലി? ദിവാൻ ഇ ഇൻഷ. 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ എഴുത്തുകുത്തുകൾ നടത്തുന്ന വകുപ്പ്, ആ വകുപ്പിന് പറയുന്ന പേര് ദിവാൻ ഇ ഇൻഷ എന്നായിരുന്നു. ഇനി എന്താണ് ദിവാൻ ഇ റസാലത്ത് എന്ന് നമുക്ക് നോക്കാം. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പായിരുന്നു ഇത്. ഇതിനു പുറമെ സുൽത്താനേറ്റിൻ്റെ ഭരണത്തിൽ നിരവധി വകുപ്പുകൾ വേറെയും ഉണ്ടായിരുന്നു. കൊട്ടാരം കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്നത് വക്കിൽ ഇ ദാർ ആയിരുന്നു. അപ്പോൾ സുൽത്താൻ്റെ സ്വന്തം സ്റ്റാഫിൽപ്പെട്ടവരുടെ ശമ്പളം നൽകുന്നത് ഇദ്ദേഹമായിരുന്നു. ആരായിരുന്നു? വക്കീൽ ഇ ദാർ ആയിരുന്നു. മറ്റൊരു പ്രധാന വകുപ്പായിരുന്നു ചാരപ്രവർത്തനം സംബന്ധിച്ചുള്ള വകുപ്പ്. രാജ്യത്തിനകത്ത് നമ്മുടെ ശത്രുക്കളെയൊക്കെ, രാജ്യത്തിനകത്ത് ശത്രുക്കളുണ്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് രഹസ്യ അന്വേഷണം, സൈന്യത്തിൻ്റെ രഹസ്യ അന്വേഷണ വിഭാഗമാണ് ചാരപ്രവർത്തനം. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സുൽത്താൻമാർ ചാരന്മാരെ നിയമിച്ചിരുന്നു. ഈ രഹസ്യ അന്വേഷണ ഏജന്റുമാരെ ബാരിദുകൾ എന്നാണ് വിളിച്ചിരുന്നത്. രാജകൊട്ടാരത്തിലെ ചടങ്ങുകളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അമീർ ഇ ഹജിബ്. അപ്പോൾ സുൽത്താനുള്ള എല്ലാ നിവേദനങ്ങളും ഇദ്ദേഹം മുഖേനയാണ് നൽകേണ്ടത്. ആര് മുഖേന? അമീർ ഇ ഹജിബ് മുഖേന. ഒന്നുകൂടി നോക്കാം. ദിവാൻ ഇ റസാലത്ത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പായിരുന്നു. ഇതിനു പുറമെ സുൽത്താനേറ്റിൻ്റെ ഭരണത്തിൽ നിരവധി വകുപ്പുകൾ വേറെയും ഉണ്ടായിരുന്നു. കൊട്ടാരം കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു വഹിച്ചിരുന്നത്? വക്കീൽ ഇ ദാർ ആയിരുന്നു. സുൽത്താൻ്റെ സ്വന്തം സ്റ്റാഫിൽപ്പെട്ടവരുടെ ശമ്പളം നൽകുന്നതും ഇദ്ദേഹമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ചാരപ്രവർത്തനം സംബന്ധിച്ചുള്ള, അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള രഹസ്യങ്ങൾ ശേഖരിക്കുന്നതിന് സുൽത്താൻമാർ ചാരന്മാരെ നിയമിച്ചിരുന്നു. ഈ രഹസ്യാന്വേഷണ ഏജന്റുമാരെ ബാരിദുകൾ എന്നാണ് വിളിച്ചിരുന്നത്. രാജകൊട്ടാരത്തിലെ ചടങ്ങുകളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥന് പറയുന്ന പേരായിരുന്നു അമീർ ഇ ഹജീബ്. സുൽത്താനുള്ള എല്ലാ നിവേദനങ്ങളും ഇദ്ദേഹം മുഖേനയാണ് നൽകേണ്ടതും. അപ്പോൾ മനസ്സിലായാലും മറ്റു വകുപ്പുകളിൽ വരുന്നതാണ് ദിവാൻ ഇ ഇൻഷയും അതുപോലെ ദിവാൻ ഇ റസാലത്ത്.
ഇത്രയും പ്രധാനപ്പെട്ട പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ 9ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള എക്സാം ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ ഭരണ സമ്പ്രദായത്തെ വിലയിരുത്തുക എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നമുക്ക് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഡിക്ലൈനെ കുറിച്ച്, എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നതിനുള്ള കാരണം, പരാജയപ്പെട്ടത്, അനലൈസ് ദ റീസൺസ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ വീഡിയോസ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്